ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കയും നേരിട്ട് പങ്കുചേർന്നതോടെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്നു. B-2 ബോംബർ വിമാനങ്ങളിൽ നിന്ന് 14 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് അമേരിക്ക വ്യക്തമാക്കി. Last night, on President Trump's orders, U.S. Central Command conducted a precision strike in the middle of the night against 3 nuclear facilities in Iran: Fordow, Natanz, and Esfahan, in order to destroy or severely degrade Iran's nuclear program. And as the chairman of the Joint Chiefs will demonstrate, it was an incredible and overwhelming success. ഇറാനിൽ US നടത്തിയ ആക്രമണത്തെ അപലപിച്ച് റഷ്യയും ചൈനയും. നാളെ റഷ്യൻ പ്രസിഡന്റുമായി ഇറാൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. ലോകം സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും ഇറാനിൽ നിന്നുള്ള വാർത്തകൾ ആശങ്കാജനകമെന്നും മാർപ്പാപ്പ പ്രതികരിച്ചു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് അൻവർ, ദോഹയിൽ നിന്ന് അൻവർ പാലേരി എന്നിവർ ചേരുന്നു. ആദ്യം മുഹമ്മദ് അൻവറിലേക്ക്. അൻവർ, ലോകമാകെ സമാധാനത്തിനായി മുറവിളി കൂട്ടുകയാണ്. സമാധാന ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന ആഹ്വാനവും അഭ്യർത്ഥനയുമാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ അടക്കം ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്നത്. അടിയന്തര യോഗം UN ചേരുന്നു, അതും ഇറാന്റെ ആവശ്യപ്രകാരം. ഈ യോഗത്തിൽ നമുക്ക് എത്രത്തോളം പ്രതീക്ഷ വെക്കാം? കഴിഞ്ഞകാല സംഘർഷങ്ങളിലൊക്കെ UN ഇടപെടലിനെ വകവെക്കാത്ത നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചതെന്ന് വ്യക്തവുമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും വരുന്ന വിവരങ്ങൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണത്തിലുള്ള ഒരു മറുപടി ഇറാൻ ഇപ്പോഴും തുടരുന്നുണ്ടോ? ഗോകുൽ, അമേരിക്കയുടെ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റും ഇറാനിലെ പരമോന്നത നേതാക്കളുടെ ഉപദേഷ്ടാവും അടക്കമുള്ളവർ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ലോകം പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുടെ ആക്രമണത്തോട് എങ്ങനെ ഇറാൻ പ്രതികരിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോക രാജ്യങ്ങൾ മുഴുവൻ. ഇതിൻ്റെ ആദ്യപടിയായി ഇറാന് നിയന്ത്രണമുള്ള ഹോർമുസ് കടലെടുക്ക് പാത അടച്ചിടാൻ ഇറാന്റെ പാർലമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം ഇതുവരെ നടപ്പിലായിട്ടില്ല. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് അവിടെയുള്ള സുപ്രീം ഭരണഘടനാ കൗൺസിൽ ആ തീരുമാനത്തിന് അംഗീകാരം നൽകേണ്ടതുണ്ട്. അതിനുള്ള അംഗീകാരം നൽകിയാൽ ആ പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളിൽ നിന്ന് എണ്ണ വഹിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ, കടൽ വഴിയുള്ള ഗതാഗതം തടസ്സപ്പെടും. അമേരിക്കയുടെ തന്നെ കണക്കനുസരിച്ച് ഏകദേശം 17.5 മില്യൺ ബാരൽ എണ്ണ ഒരു ദിവസം ആ കടലിടുക്കിലൂടെ കൊണ്ടുപോകുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക്. അപ്പോൾ ഇറാൻ്റെ ആദ്യ പ്രതികരണം, അമേരിക്കയുടെ ആക്രമണത്തോടുള്ള ഇറാൻ്റെ ആദ്യ പ്രതികരണം ആ എണ്ണപ്പാത അടച്ചിടുക എന്നുള്ളതാണ്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ എണ്ണ, പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ വൻ പ്രത്യാഘാതമുണ്ടാക്കുന്ന തീരുമാനമായിരിക്കും അത്. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഇറാന്റെ പ്രത്യാക്രമണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിക്കോളണമെന്നില്ല. ശക്തമായ ആക്രമണം നടത്താൻ ഇറാന് ശേഷിയുണ്ടെങ്കിലും ഇപ്പോൾ ആ തരത്തിലുള്ള ആക്രമണമാണോ ഇറാൻ നടത്തുക എന്ന് നമുക്ക് വ്യക്തമല്ല. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ മിസൈൽ പരിധിയിൽ വരുന്ന രാജ്യങ്ങളിൽ അമേരിക്കക്ക് എയർ ബേസ് ഉണ്ട്, വ്യോമതാവളങ്ങളുണ്ട്, അമേരിക്കൻ താവളങ്ങളുണ്ട്. ആ താവളങ്ങൾ ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ രാവിലെ തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനയുടെ ഉപദേശകൻ മുന്നറിയിപ്പ് നൽകിയതുമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഭീതി GCC രാജ്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന അമേരിക്കയുടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലെബനിൽ നിന്ന് അമേരിക്കൻ പൗരന്മാരോടും അവരുടെ ബന്ധുക്കളോടും മാറി നിൽക്കാൻ അമേരിക്ക ആവശ്യപ്പെടുന്നു. അതായത് ഇറാൻ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അമേരിക്കയും അതിന് പറ്റുന്ന മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചു വരികയാണ്. ഗോകുൽ.